തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലാണ് കൊളുക്കുമല വരുന്നത്. അതായത് മൂന്നാറിനടുത്ത് തന്നെയാണ്. നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത് കൊളുക്കുമല പോകാനുള്ള സൗകര്യം കൂടി നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ സൂര്യനെല്ലി പിക്ക് പോയിൻ്റ് വരുന്നത് കൊളുക്കുമലയ്ക്ക്. പിന്നെ അവിടെ നിന്ന് ജീപ്പ് സഫാരിയാണെന്ന് പറഞ്ഞല്ലോ. സൂര്യനെല്ലി റൂട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരുപാട് ജീപ്സ് നമ്മളെ കൈ കാണിച്ചിട്ട് ഡ്രൈവേഴ്സ് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. ഇതാണ് പിക്ക് പോയിൻ്റ് വരുന്നത്. ഒരുപാട് ജീപ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ജീപ്പിൽ വേണം പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ സൂര്യനെല്ലി പിക്ക് പോയിന്റിലെത്തി. അപ്പോൾ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 3-4 പേരും കൂടി കിട്ടണം. എന്നാലാണ് ഷെയറിങ്ങിന് ആളേ ഉള്ളൂ. അല്ലെങ്കിൽ 2500 കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ട് ജീപ്പ് എടുത്ത് പോകേണ്ടി വരും. അപ്പം അത് കാരണം 2 പേരും അതെ കുറച്ച് പേരും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പൈസ കുറവ് കിട്ടും. അല്ലെങ്കിൽ ഫുൾ പൈസ എമൗണ്ട് ആയിട്ട് എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ പാർക്ക് ചെയ്യാൻ അവിടെ സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഗേറ്റിനടുത്ത് തന്നെ പാർക്ക് ചെയ്യാം. 80 രൂപയാണ്. ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് ജീപ്പിലാണ് പോകുന്നത്, അങ്ങനെ ജീപ്പ് ഡ്രൈവറുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ടീം ലീഡർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നു വെച്ചാൽ അതിൽ മെയിൻ ഒരാളുടെ പേര് കൊടുക്കുക. അങ്ങനെ അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോം അവിടെ കൊടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആൾക്കാരെ കിട്ടിയിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമ്മള് വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് ജീപ്പുകാർ ഇങ്ങനെ കൈ കാണിച്ച് നമ്മുടെ റിസോർട്ടിന്റെ അവിടെ നിന്ന് സൂര്യനിലേക്കുള്ള ആ റൂട്ട് എടുത്തപ്പോൾ തൊട്ട് അവിടുത്തെ സ്റ്റാർട്ടിങ് തൊട്ട് ജീപ്പുകാരുണ്ടായിരുന്നു, നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന റേറ്റ് കുറച്ചുകൂടി ഇതിലും കൂടും. ഒരു 3000 ഒക്കെ പറയായിരിക്കും ചിലപ്പോൾ അവിടത്തെ പിക്ക് ചെയ്യുന്ന കാരണം. ഇവിടെ നിന്നാകുമ്പോൾ 2500 ആണ് അവർ പറഞ്ഞത്. പിന്നെ കുറേ ജീപ്പ് ഉണ്ട് കേട്ടോ, ഒരുപാട് ജീപ്പ് ഉണ്ട് ഇവിടെ വന്നിട്ട്. ഈ പറഞ്ഞ ചെറിയ വഴിയാ, അവരിങ്ങനെ സൈഡിൽ ഇട്ടേക്കാ, നമുക്ക് പോവാനും അങ്ങനെ എന്താ പറയാ നമ്മളെ പിടിച്ചുകൊണ്ട് പോവാണ് അവരുടെ ജീപ്പിൽ കിട്ടാ. അങ്ങനെ അത്രയും തിരക്കുണ്ട് ഇവിടെ. കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്താവും അറിയില്ല, നമ്മള് ഫസ്റ്റ് ടൈമാ പോകുന്നത്. അവിടെ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് സൺറൈസ് കാണാനായിട്ട്. അപ്പോൾ ഒരു 10-17 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് കൊളുക്കുമല പീക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് സൺറൈസ് ചെറുതായിട്ട് മിസ്സായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീപ്പ് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ മുന്നിൽ പോകുന്ന ഒരു ജീപ്പ് കേടായി. നമ്മൾ ആദ്യം കയറിയ ജീപ്പിന് നമ്മൾ മാറി കയറിയായിരുന്നു കേട്ടോ. ആൾക്കാരുള്ള ഒരു ജീപ്പിക്ക്, മറ്റേ ജീപ്പിൽ നമ്മൾ 2 പേരും മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൾക്കാരുള്ള ജീപ്പിക്ക് നമ്മൾ ഷെയറിംഗ് ആയിട്ട് അങ്ങനെ കയറി. അപ്പോൾ നമുക്ക് ബാക്കിലാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പോസിബിൾ ആയിരുന്നില്ല. ഭയങ്കര ഓഫ് റോഡാണ്, പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ച് പോകുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഫോണൊന്നും യൂസ് ചെയ്യരുത് വീഡിയോ എടുക്കാനായിട്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞു ജീപ്പ് ഡ്രൈവർ. കാരണം അത്രയ്ക്ക് ഓഫ് റോഡാണ്, നമ്മൾ തെറിച്ച് പോകുന്ന അവസ്ഥയാണ്. നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല തമിഴ് അടിച്ചുപൊളി സോങ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ജീപ്പ് എത്താവുന്ന സ്ഥലം വരെ നമ്മളിപ്പോൾ ഇതാ എത്തിയിട്ടുണ്ട്. നമ്മുടെ പുറകിലിതാ ഒരുപാട് ജീപ്സ് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ കുറച്ച് നടന്നാണ് പോകേണ്ടത്. അധികം ഒന്നും നടക്കാനില്ല കേട്ടോ, കുറച്ച് അതിന് മുകളിലെത്താനായിട്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ നടക്കാണ്. നേരെ 10-17 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ജീപ്പ് സഫാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്താ പറയുക, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത്രയും പിടിച്ചിരിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷെ ഇതാ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഹാപ്പിനെസ്, ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. സൺറൈസ് നമുക്ക് മിസ്സായതിലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി നല്ല രസമുണ്ടായിരുന്നു. വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷെയറിങ്ങിന് ആൾക്കാരെ കിട്ടാൻ നമ്മളുടെ കുറച്ച് ടൈം വേസ്റ്റായി. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ജീപ്പ് കേടായിട്ടും അങ്ങനെ ടൈം വേസ്റ്റായി. കാരണമാണ് സൺറൈസ് മിസ്സായത്. നമ്മുടെ ഡ്രൈവർ ചേട്ടനും വിഷമമായിട്ടോ. ഇങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതാ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്താറായേ. അടിപൊളിയാണ് കേട്ടോ.
എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊളുക്കുമലയുടെ മുകളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ മലകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. അതിന് മുകളിൽ എന്തായിരിക്കും, അതിൻ്റെ ടോപ്പിൽ എന്തായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഒരു മലയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ പറ്റുന്നൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവിടെ ചിലവഴിച്ച ഓരോ മിനിറ്റും സെക്കൻഡും എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു കൊളുക്കുമല വരണം, കാണണം, ആ വ്യൂ ഒക്കെ കാണണം എന്നുള്ളത്. ശരിക്കും ഏതോ ഒരു സ്വർഗത്തിലെത്തിപ്പെട്ട ഫീലായിരുന്നു. ഒരു 45 മിനിറ്റോളം ജീപ്പ് സഫാരി ചെയ്ത് ട്രക്കിംഗ് ചെയ്ത് ഇവിടെ എത്തിയ ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറ്റി കളയുന്നതാണ് കേട്ടോ ഇവിടെ എത്തുമ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇത്രയും തിരക്കുണ്ടാവുന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഈവൻ സൺറൈസ് കഴിഞ്ഞിട്ട് കൂടി. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടിട്ടുള്ള സിംഗപ്പാറ കാണാനായിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് ഇറങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒറ്റടിപ്പാത പോലെയായിരുന്നു, പാറക്കെട്ടുകളും അതുപോലെ അപ്പുറത്ത് കൊക്കയായിരുന്നു. അപ്പോൾ എനിക്ക് കാല് വരച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതാ ഈ കാണുന്നതാണ് സിംഗപ്പാറ കേട്ടോ. ഇവിടെയാണ് ഒത്തിരി പേര് ഫോട്ടോസ് എടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത്രയും ഹൈറ്റ് പേടിയാണ്, അത് കാരണം കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു നല്ലപോലെ. അപ്പോൾ അതിലൂടെ ഇറങ്ങാനായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനവിടെ മുകളിൽ ഇരിക്കുകയാണ് ചെയ്തത്. ചേട്ടനാണ് മാത്രമാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയത് കേട്ടോ. ഫ്ലൈറ്റിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ക്ലൗഡ്സ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെയുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി, ഭയങ്കര ഒരു എൻജോയ് ചെയ്യുന്ന ഒരു മൂഡിലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവർ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത്രയും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ മലമുകളിൽ അത്യാവശ്യം വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീപ്പിൻ്റെ നമ്പർ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ. കാരണം വിളിക്കാനൊന്നും പറ്റില്ല, റേഞ്ച് കിട്ടാത്ത കാരണം ഡ്രൈവർക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മുടെ ജീപ്പ് തപ്പി പിടിച്ച് നമ്മൾ തിരിച്ചതാ കയറി പോവാണ്. വീണ്ടും നമ്മുടെ സാഹസിക യാത്രയാണ് ഓഫ് റോഡിലൂടെ. ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് കുത്തി കുലുക്കിയാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ. പക്ഷേ ആ സഫാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. ടീ പ്ലാന്റേഷൻ്റെ ഫുള്ള് ഗ്രീനറിയാണ്. പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ആർക്കും പറ്റില്ല, കാരണം നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ചു പോവും. അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഞങ്ങൾ പറ്റിയ ഗ്യാപ്പിലൊക്കെ എടുത്ത വീഡിയോസ് മാത്രമാണിത്. പുറകിൽ കൂടി ആയിരുന്ന കാരണം കുറച്ചുകൂടി കുലുക്കം കൂടുതലായിരുന്നു. പിന്നെ നമ്മുടെ പുറകിൽ ഇങ്ങനെ ജീപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ കൊളുക്കുമല ഇറങ്ങി നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ റിസോർട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ കണ്ട അതിമനോഹരമായൊരു വാട്ടർഫോളാണിത്. കുറച്ച് നേരം നമ്മളവിടെ വണ്ടി നിർത്തി കാഴ്ചയൊക്കെ കണ്ടു നിന്നു. മോർണിംഗ് സമയം കൂടി ആയ കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു മൂന്നാർ കാണാനായിട്ട്. ടീ പ്ലാന്റേഷൻസും ഈ വാട്ടർഫോളും നല്ല രസമുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ കോടയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ റിസോർട്ടിൽ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുമാത്രമല്ല 11:30 12 o'clock കൂടിയിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു റൂം. അതുകൊണ്ട് അധിക സമയമൊന്നും നമ്മൾ വഴിയിൽ സ്പെൻഡ് ചെയ്തില്ല. കൊളുക്കുമല ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റിസോർട്ടിലേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു. ആ വാട്ടർഫോളിൻ്റെ അവിടെ മാത്രമാണ് കുറച്ച് നേരം ഒന്ന് നിർത്തി നമ്മൾ വാട്ടർഫോൾ കണ്ടത്. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോയി. പിന്നെ കൊളുക്കുമലേനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജീപ്പ് സഫാരി ആണെങ്കിലും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് 15 കിലോമീറ്റേഴ്സാണ് നമ്മൾ ട്രാവൽ ചെയ്ത് കൊളുക്കുമലയുടെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് ട്രാവൽ ചെയ്തത് എന്നാണ്. അതിൽ 9 കിലോമീറ്റേഴ്സും ഓഫ് റോഡാണ്. പിന്നെ ബാക്കിയുള്ള 6 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ റോഡ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുള്ളൂ, നല്ലൊരു അനുഭവമായിരുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നേരെ റിസോർട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുശേഷം അവിടെ തന്നെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക, റൂം ചെക്ക് ഔട്ട് ചെയ്യുന്ന ആ ഒരു ടൈം വരെ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നലെ ഇറങ്ങിയപ്പോൾ അവിടെ പല ഭാഗത്തും നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. റിസോർട്ടിൻ്റെ നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കാരണം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ഭാഗത്ത് ലൈറ്റ്സ് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയി, ലൈറ്റ്സ് ഇല്ലാത്ത നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് മോർണിംഗ് പോകണം. മോർണിംഗ് കൂടി ആകുമ്പോൾ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈം ഒരു 12 o'clock വരെയൊക്കെ ടൈം അവർ അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമുക്കിതൊക്കെ കണ്ടു തീർക്കണം. ഇന്നലെ നമ്മൾ കണ്ട ആ കോട ഇറങ്ങുന്ന ആ വഴിയിലോട്ടാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ആ വഴിയിൽ പിന്നെയും കോടയൊക്കെ നിറയുന്നതായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ടായിരുന്നത് മെയ് മാസത്തിലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം സമ്മറാണല്ലോ, അത് കാരണം ഇത്രയ്ക്ക് തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര കോടയോ അങ്ങനെയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ വട്ടം. പക്ഷെ ദാഹം തീർത്ത് നമുക്ക് കോട കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി, തണുപ്പ് ആസ്വദിക്കാൻ പറ്റി. പക്ഷേ ഏറ്റവും നല്ല മാസം എനിക്ക് തോന്നുന്നു ഡിസംബറൊക്കെ ആയിരിക്കും, കുറച്ചുകൂടി തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാ നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴി എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടി ക്ലിയർ ആണ് കേട്ടോ, ഇന്നലത്തേക്കാളും ഉച്ച സമയത്തേക്കാളും മോർണിംഗ് കുറച്ചുകൂടി ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. നമ്മൾ മൂന്നാറിലെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിലാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കൊളുക്കുമലയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ റിസോർട്ട് എത്തി. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.